നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ ആർക്കും വെട്ടിയും കുത്തിയും തല്ലിയും കൊല്ലാം. അങ്ങനെ കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കേസിന് മാധ്യമ ശ്രദ്ധ കിട്ടിയെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇന്നലെ നോർത്ത് പറവൂരിൽ ഒരു അക്രമി കയ്യിൽ കരുതിയ കമ്പി വടി കൊണ്ട് ഒരു വീട്ടിൽ കയറി 3 പേരുടെ തലക്കടിച്ചു കൊന്നു. ഇന്ന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുഞ്ഞുമകൾ അമ്മയുടെ ശവശരീരത്തിന് മുമ്പിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന, എന്റെ അമ്മയെ തിരിച്ചു തരൂ എന്ന് പറയുന്ന ആ വിലാപം അവിടെ കൂടിയ സകല മനുഷ്യരുടെയും കണ്ണു നിറയിച്ചു എന്നുള്ള സത്യമാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് മനുഷ്യർ ഇങ്ങനെ അയൽവാസികളായ ക്രിമിനലുകളുടെ ഭീഷണിയിലും പീഡനത്തിലും കഴിഞ്ഞു വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ പോലീസുകാർ പറയുന്നത് CA ഇല്ല, SI ഇല്ല, വണ്ടിയില്ല, പോലീസുകാരുടെ എണ്ണം കുറവാണ് എന്നുള്ള എക്സ്ക്യൂസാണ്. സത്യമാണ്, പോലീസുകാരുടെ കുറ്റമൊന്നുമല്ല. കഴിഞ്ഞ 5 വർഷത്തിനകത്ത് കേരളത്തിൽ ഓവർലോഡ് കാരണം 90 പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിലെ റെസ്പോൺസ് ടൈം എത്രയെന്നറിയാമോ? ഒരു അക്രമി വാതിൽ പുറത്ത് വന്നു നിന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ 25 മിനിറ്റ് വേണം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ അത് 1.5 മിനിറ്റാണ്. നമ്മളെ കൊന്നതിന് ശേഷം, നമ്മുടെ സമാധി വെച്ചതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പോലീസ് എത്തുന്ന സാഹചര്യമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ ചെലവിന് വേണ്ടി 1258 കോടി രൂപ ഒരു വർഷം വേണമെങ്കിൽ 125 കോടി രൂപ മാത്രമാണ് വരുമാനം. ഒരു മാധ്യമവും ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ബോബ്ചയുടെയും ഹണി റോസിന്റെയും സമാധി വിഷയങ്ങളും മാത്രം പറഞ്ഞ് റേറ്റിംഗ് കൂട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിൽ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചില്ലേ?